എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകുന്നതേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗരിമോളും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗൗരിമോള് പറഞ്ഞു, നന്ദു നീ എന്തിനാ ഭയക്കണേ? നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കൂടെ നിന്റെ പപ്പായോ അമ്മയൊക്കെ ഇല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതെന്റെ പപ്പായോ അമ്മയല്ലല്ലോ, എന്റെ സ്വന്തം അല്ലല്ലോ എന്ന് പറയാ. എടാ മണ്ട, നിന്റെ സ്വന്തം അല്ലെന്ന് നീ പറയേണ്ട കാര്യമുണ്ടോ? ദേ എനിക്കാണെങ്കിൽ അച്ഛൻ പോലും ഇല്ല, അമ്മ മാത്രമല്ലേ ഉള്ളെന്ന് ചോദിക്കുക. പിന്നെ നിനക്കാണെങ്കിൽ നിന്റെ പപ്പായും അമ്മയും ഒക്കെ ഇല്ലേന്ന് ചോദിക്കുക. എന്നാലും ഗൗരി, എനിക്ക് എന്റെ സ്വന്തം അച്ഛനും അമ്മേനെ കണ്ടെത്തണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനൊരു മാർഗം ഉണ്ടെന്ന് പറയാ. എന്ത് മാർഗം? അതെ, ഞാൻ ഈ സിനിമയ്ക്കകത്ത കണ്ട ഒരു കുട്ടി, അവന്റെ അച്ഛനും അമ്മ ആരാന്ന് അറിയത്തില്ല, അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരാൾക്കൂട്ടത്തില് ഒരു വലിയ ബോർഡൊക്കെ പിടിച്ചു നിൽക്കുന്നു പറയണം. ബോർഡോ? എന്ത് ബോർഡ്? നീ ഉദ്ദേശിച്ച പ്ലക്കാർഡാണോ നിൽക്കും? ആ, അത് തന്നെയെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു, അല്ല അങ്ങനെയൊക്കെ നമ്മൾ ബോർഡ് പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനാരാ അമ്മ ആരാന്ന് എഴുതിയ പ്ലക്കാർഡും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അരിയിലേക്ക് ആരെങ്കിലും വരുമോന്ന് ചോദിക്കുകയാണ്. നമുക്ക് നോക്കാം, അന്ന് നമുക്ക് അങ്ങനെ പോയാലോ എന്ന് ചോദിക്കാം. എടാ മണ്ടാ, ഇപ്പോഴത് പറ്റില്ല. എപ്പോഴാ പറ്റുന്ന അറിയാവോ? ഉത്സവം പെരുന്നാളും അങ്ങനെയൊക്കെ പറഞ്ഞ എങ്കിലല്ലോ കുറെ ആൾക്കാർ വരുള്ളൂ. അപ്പോഴല്ലേ ആ ആൾക്കൂട്ടത്തിനിടയ്ക്ക് പോയി നീ ബോർഡും പിടിച്ചോണ്ട് നിൽക്കണം. എങ്കിലല്ലേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുള്ളൂ. അപ്പം നിനക്ക് നിന്റെ അച്ഛനാരാ അമ്മയാരാന്ന് അറിയാൻ സാധിക്കും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും നന്ദി അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണല്ലോ എന്ന് പറയാം. ഒന്നുമില്ലമ്മേന്ന് പറയണം. പിന്നീട് നന്ദുവിന്റെ അടുത്ത് വന്നിട്ട് നന്ദ പറഞ്ഞു, അതെ മോനൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം. എന്താ ഡോക്ടർ ആന്റി? അതെ, ഇവിടെ ഒരു റേസിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അപ്പം മോനെ റേസിംഗ് കോമ്പറ്റീഷൻ ഇത് പങ്കെടുപ്പിക്കാൻ പോവാന്ന് പറയണേ. എന്നോ? അപ്പൊ എന്റെ കാലില് ബ്രേസേഴ്സ് ഉണ്ടല്ലോ എന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് നോക്കാം, ഓക്കെ ആക്കാം. മോന് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ നന്ദുന് ഭയങ്കര സന്തോഷമായി. താങ്ക് യു ആന്റി. കാരണം നന്ദുവിന്റെ കുറെ കാലത്തെ സ്വപ്നമായിരുന്നു ഈ കാലിലെ ഈ ബ്രേസേഴ്സ് ഒക്കെ ഊരിയിട്ട് ഒന്ന് റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാന്ന് പറഞ്ഞാല്. പിന്നീട് മോഹിനി ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. അരുണിനെ കണ്ടപ്പെട്ട് ഇങ്ങനെ മോഹിനി പറഞ്ഞു, ആഹാ ഇതാണ് നീയോ? എടാ നിന്നെ ഒന്ന് കാണണമെങ്കിൽ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയല്ലോ അരുണെ. എത്ര നാളായടാ നീ പോയിട്ടെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓടി വരാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. അതുകൊണ്ടല്ലേ വരായിരുന്നേന്ന് ചോദിക്കാം. എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി. ഇവിടെ നടന്ന വല്ല കാര്യം നീ അറിഞ്ഞോടാന്ന് ചോദിക്കണം മോഹിനി. ഇത് കേട്ടതും അരുൺ പറഞ്ഞു, അതൊക്കെ ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിച്ചറിയാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം. ആ, അത് കൊള്ളാലോ. ആ സമയത്ത് ലക്ഷ്മി അമ്മേനെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല ലക്ഷ്മി അമ്മയുടെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത? എന്ത് ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ നടന്നിട്ടൊരു സന്തോഷമില്ലാതെ? ഒന്നും അല്ലേലും നന്ദ ഇങ്ങോട്ട് തിരിച്ച് വന്നില്ലേ? അത്രയും വലിയൊരു അപകടമൊക്കെ നടന്നിട്ട് നന്ദൻ ജീവനോടെ വരിക എന്ന് പറഞ്ഞാൽ അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഓഹോ, അപ്പൊ അവൻ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നന്ദയുടെ കാര്യമാണ്. ഇത് കേട്ടോ മോഹിനി, ഓ നീ ആ കാര്യമാണോ പറഞ്ഞതെന്ന് പറയും. അമ്മയ്ക്ക് പിന്നെ ഇഷ്ടമില്ലാന്ന് പറയാം. നന്ദനെ പണ്ട് മുതലേ ഇഷ്ടമില്ലല്ലോ. അത് പിന്നെ അതുകൊണ്ട് അമ്മനെ ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ ലക്ഷ്മി അമ്മയുടെ കാര്യം അങ്ങനെയല്ല. ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്കറിയാം അമ്മയ്ക്ക് പണ്ടെന്ന് വെച്ചാൽ നന്ദെന്ന് വെച്ചാൽ ഭയങ്കര ജീവനില്ലാരും ചോദിക്കും. ഇത് കേട്ടത് ലക്ഷ്മി അമ്മയുടെ കണ്ണൊക്കെ അറിയാന്ന് അറിഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ലക്ഷ്മി അമ്മയ്ക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കാണാം. സർവ്വദേവികളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് മോഹിനി പറഞ്ഞു, അതെ നീ ഇവിടെ നിന്ന് കറങ്ങാതെ മുറിയിലേക്ക് എല്ലാം പറയണം. ഇത് കേട്ടെന്ന് ചോദിച്ചു. അല്ല എന്ത് വെല്ലുമ്മ എന്തിയെന്ന് അരുൺ ചോദിക്കണം. എടാ നിന്റെ വെല്ലുമ്മയ്ക്കാണെങ്കിൽ ഇപ്പം മുറിയിൽ നിന്ന് പുറത്തിറങ്ങി വരാനൊന്നും പറ്റില്ല. മുട്ടിന് വേദന, കാലിന് വേദന എന്ന് വേണ്ട സർവ്വ വേദനകളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പം മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറൊന്നും ഇല്ലെന്ന് പറയണം മോഹിനി. ഇത് കേട്ടതും പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ വെല്ലുമ്മേനെ ഒന്ന് കണ്ടുപട്ടെ എന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, മോനെ നീ മുറിയിലേക്ക് അല്ലെന്ന് പറയണം. അതെന്തിനാ മുറിയിലേക്ക്? ആദ്യം വെല്ലുമ്മേനെ കണ്ടുപട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് മതി പ്രശ്നം ഉണ്ടാവാനായിട്ട് എന്നൊക്കെ പറയണം. പിന്നീട് അരുണ് അങ്ങനെ ലക്ഷ്മിന്റെ അരുന്ധതിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പവിത്രയുടെ മുറിയിലേക്ക് കനകമ്മ ഓടി വരുവാണ്. എന്നിട്ട് പറഞ്ഞു, നീ വല്ലതും അറിഞ്ഞോന്ന് ചോദിക്കണം. എന്താ തള്ളേ? എന്തറിയാനാ? എന്തിനെങ്ങനെ ഓടി കഥച്ച് വരുന്നതെന്ന് ചോദിക്കാം. എടി നിന്റെ ഭർത്താവ് വന്നിരിക്കുന്നു. ഭർത്താവാ? ആര്? അരുണേട്ടനാ? പിന്നെ നിനക്ക് എത്ര ഭർത്താവുണ്ട്? ഇതെന്താ കനകമ്മയെ പറയണെന്ന് ചോദിക്കാം. ഇപ്പൊ ഞാന് അല്ലെ അരുന്ധതി കൊച്ചമ്മയുടെ മുറി കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്ന അവിടെ ഉണ്ടെന്ന് പറയാണ്. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണോ? ഞാൻ ഗർഭിണിയാന്ന് അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് അറിയത്തില്ലോ. അങ്ങനെ ആ വഴിയില്ല. അങ്ങനെയാണ് നേരെ നിന്റെ മുറിയിലേക്കല്ലേ വരുള്ളൂ.
ഇതിപ്പോൾ അതൊന്നും അറിഞ്ഞ മട്ടില്ല. ഇനിയിപ്പം നിന്റെ അരുന്ധതി വല്ലമ്മ അടുത്ത് ചെല്ലുമ്പോൾ അവരെങ്ങാനും പറഞ്ഞാലേ ബാക്കി ആരും പറഞ്ഞിട്ടില്ലെന്നാ തോന്നിയെന്ന് പറയാം. ഞാനിനി എന്ത് ചെയ്യും തള്ളേ? എനിക്കാണ് ആകെപ്പാടെ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. കള്ളത്തരം വരുണേട്ടൻ്റെ അടുത്ത് എങ്ങനെയാ പറയണേ? നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എങ്ങനെ പറയാനാ? കള്ളത്തരമായതുകൊണ്ട് എനിക്ക് പറയാനേ തോന്നിയില്ലെന്ന് പറയും. ഇനിയിപ്പൊ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഈ വീട്ടിലുള്ളവരാരെങ്കിലും അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് പറയാതെ മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയണം. ആ സമയത്ത് അങ്ങോട്ടേക്ക് അരുൺ വരുവാണ്. അരുൺ വന്ന് പവിത്ര എന്ന് പറഞ്ഞിങ്ങനെ പവിത്രനെ നോക്കുവാണ്. ഈ സമയത്ത് പവിത്ര അറിയാതെ വയറെ കൈവച്ച് പോയി. കാരണം കനകമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അഭിനയിച്ചോണം, ഗർഭിണിയായിട്ട് തന്നെ അങ്ങോട്ട് അഭിനയിച്ചോണം, അല്ലെ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമെന്ന്. അങ്ങനെ അരുൺ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് പവിത്രനെ എടുത്ത് വട്ടം കറക്കുവാണ്. ഒരു നിമിഷം പവിത്ര പറഞ്ഞു, എന്താ അരുണേട്ടാ എന്നെ താഴെ നിർത്താൻ പറയണ? ഇല്ല താഴെ നിർത്തില്ല എന്നും പറഞ്ഞിട്ട് വട്ടം കറക്കുക. ഈ സമയം കനകം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് പവിത്രനെ താഴെ നിർത്തിയിട്ട് ചോദിച്ചു, എന്നാലും നീ എന്നോട് എന്ത് വലിയ ചതിയെ ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ട പവിത്ര ഞെട്ടി. നീ എന്നോട് എന്താ ദേ നമുക്കൊരു കുഞ്ഞു പറക്കാൻ പോകുന്ന കാര്യം പറയായിരുന്നെന്ന് ചോദിക്കുക. ഇപ്പൊ വല്യമ്മ എന്നോട് പറഞ്ഞ ഈ കാര്യം എന്ന് പറയാ. അത് പിന്നെ അരുണേട്ടാ എനിക്കറിയാം ഇത്ര നാളും ഫോൺ വിളിച്ചിട്ട് പോലും നീ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലോ. അപ്പൊ നീ സർപ്രൈസ് ആയിട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും കനകമ്മ പറഞ്ഞു, അത് പിന്നെ മോള് വിചാരിച്ചു മോനോട് നേരത്തെ പറയണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ അങ്ങ് തിരിഞ്ഞു. നിങ്ങൾ ഇതിനായിട്ടും പോയില്ലേ? നിങ്ങളിത് എന്തോ കണ്ടോണ്ട് നിൽക്കുവാന്ന് ചോദിക്കാം. നിങ്ങൾ പൊക്കിയ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്താ കാര്യം ചോദിക്കും. അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭർത്താവ് ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പം മുറിയിലൊന്ന് അടിച്ചു വരാൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാ മോനും കൂടെ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. എന്നാ പോ. പിന്നെ ഒരു കാര്യം, ആ ബാഗും കൂടെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേരെ. എൻ്റെ ഒരു ബാഗ് പുറത്തിരിപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തോണ്ട് വരണമെന്ന് പറയാം. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പവിത്രോട് പറഞ്ഞു, പവിത്രേ ബാഗിനകത്ത് എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് ചോദിക്കും. എന്ത്? അതെ ബദാമും പിസ്ത എല്ലാം ഉണ്ടെന്ന് പറയണം. ഇതൊക്കെ എനിക്കാരോ അരുണേട്ടാന്ന് ചോദിക്കാം. പിന്നല്ലാതെ ഞാൻ നന്ദുമോന് വേണ്ടി കൊണ്ടുവന്ന. ഇത് കേട്ടതും പവിത്ര പറഞ്ഞു, അതെ നന്ദുമോനൊക്കെ മുമ്പായിരുന്നു, ഇപ്പോഴങ്ങനെയൊന്നും അല്ല. നമ്മുടെ ഒരു കുഞ്ഞന്റെ വയറ്റിലുണ്ട്, എല്ലാം ഇനി എനിക്കായിരിക്കണം എന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. അതല്ല ഞാൻ അവരോട് ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ എന്നൊക്കെ അരുണ് പറയണം. അപ്പോഴേക്കും ആ ഭാഗം പിടിച്ചോണ്ട് അങ്ങോട്ട് കനകം വന്നു. പിന്നീട് ബാഗ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു, പൊക്കോ പൊക്കോ, ഇനി ഇവിടെ ഒളിഞ്ഞു നോക്കാനും നിൽക്കണ്ട, പോകുന്ന സമയത്ത് ആ കഥവും കൂടെ ചാരിയിട്ട് പോകണം എന്നൊക്കെ പറയണം. അങ്ങനെ കനകമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു, ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി എത്ര കാത്തിരുന്നിട്ടെന്ന് അറിയാവോ? എന്നാലും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയല്ലോ, അത് തന്നെ ഭാഗ്യം. എൻ്റെ ദൈവമേ, ദൈവാനുഗ്രഹം ഉണ്ടായെന്ന് പറയണം. നമുക്ക് ക്ഷേത്രത്തിൽ പോകണം കേട്ടോ എന്ന് പറയണം. അതെന്താ? അല്ല ദൈവം അനുഗ്രഹിച്ചല്ലേ, അപ്പൊ ക്ഷേത്രത്തിൽ പോയി ദൈവത്തോട് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടതും പവിത്രനും ശരിയെന്നൊക്കെ പറയണം. പക്ഷെ അങ്ങനെ പറഞ്ഞാലും പവിത്രയുടെ നെഞ്ചി വല്ലാത്തൊരു തീയാണ്. എന്തായി തീരും എങ്ങനെയായി തീരും എന്ന് അറിയത്തില്ല. അവസാന നിമിഷം അങ്ങനെ വരണ്ടായിട്ട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ ജീവനോടെ വെച്ചേക്കില്ല. പാവത്തിനോട് താൻ എന്ത് വലിയ കള്ളത്തരം ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുന്നൊരു ചിന്ത പവിത്രയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പിങ്കി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ ഫോൺ കിട്ടിയുമ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. ഗൗതം വന്നിട്ട് ചെന്താ പിങ്കി ആരാന്ന് ചോദിക്കണം. അതെ മൂർത്തി സാറാ വിളിച്ചത്, നന്ദുമോന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ച. അവന്റെ ഫുഡും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുമായിരുന്നു. റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനായിട്ട് അവന്റെ പേര് രജിസ്റ്റർ ചെയ്യുന്ന. ആഹാ, ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണല്ലോ എന്ന് പറയാം. അല്ല അവന് അതിനകത്ത് ജയിക്കാൻ പറ്റുമോ പിങ്കിന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പിങ്കി പറഞ്ഞു, എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയണേ? ഗൗതത്തിന് പോലും അവന്റെ കാര്യത്തിൽ ആത്മവിശ്വാസം ഇല്ലേ? നമ്മളല്ലേ അവന് മനസ്സിനെ ധൈര്യപ്പെടുത്തണ്ടേ? അവനല്ലെങ്കിൽ ഇത്ര കാലം വയ്യാന്നൊരു ബുദ്ധിമുട്ടുണ്ട് മനസ്സിൽ. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കണം. അവന്റെ മനസ്സാണ് പ്രധാനം. നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മുടെ മനസ്സാണ് പ്രധാനം. നമുക്ക് കഴിയുന്ന മനസ്സിനെ കൊണ്ട് അങ്ങോട്ട് വിശ്വസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. ഇതിപ്പം അവനെ പോലെ വിശ്വാസമില്ലാത്ത കാര്യത്തിൽ നമ്മൾ വേണം അവനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ വന്നാൽ മാത്രമേ അവന് വിജയിക്കാണ്ട് സാധിക്കുള്ളൂ. അവന്റെ അച്ഛനും അമ്മയും നമ്മളല്ലേ, നമ്മൾ വേണ്ട അവനെ ഓരോ കാര്യത്തിൽ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട്. അല്ലാതെ അവന്റെ മനസ്സിനെ നമ്മൾ തളർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഗൗതം ശരിയാണെന്നൊക്കെ ചോദിക്കുക. അത് ശരിയാ, എന്നാലും പിങ്കി ഒരെന്നാലും ഇല്ല. ഗൗതം ധൈര്യമായിട്ടിരിക്കാൻ പറയണം. പിന്നീട് പറഞ്ഞു, അല്ല എനിക്ക് നല്ല സംശയവും പേടിയുണ്ട് അവന്റെ കാര്യത്തിൽ. അതെന്താ പിങ്കി അങ്ങനെ പറഞ്ഞേ? എന്തോ അവനാണെങ്കിൽ അവന്റെ യഥാർത്ഥമുള്ള അച്ഛനും അമ്മേനെ കാണുന്ന ഭയങ്കര ആഗ്രഹം, ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ടെന്ന് പറയും. ഇത് കേട്ടാ ഗൗതം പറഞ്ഞു, അതെന്താ നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നാൻ കാരണം? അത് പിന്നെ അവന്റെ മുറിയിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിക്കകത്ത് അവനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമൊക്കെ ഞാൻ കണ്ടു. അവന്റെ ശരിക്കുള്ള അച്ഛനും അമ്മേനെ അവനെ കാണണം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പിങ്കി പറയണം. ഇത് കേട്ടോ ഗൗതം പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ യഥാർത്ഥമുള്ള അച്ഛനും അമ്മയും ആരാ നമുക്കറിയില്ലോ എന്ന് പറയണം. പിങ്കി വെച്ചു, അല്ല അവനെ ദത്തെടുത്ത സമയത്ത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു ചോദിക്കും. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അങ്ങനെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. സിസ്റ്റർ ലൂസിയാണ് അവനെ നോക്കിയിരുന്നേ. പിന്നീട് സിസ്റ്റർ മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്റർ ജോസഫൈൻ്റെ കയ്യിലേക്ക് ഇവനെ ഏൽപ്പിച്ചിട്ട് പോവുക ചെയ്തേ.
മറ്റേ ലൂസിയ സിസ്റ്റർ ഇവനൊരു പേര് കേബൽ എന്നൊക്കെ പേരിട്ട് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. പിന്നീടല്ലേ നമ്മുടെ കയ്യിലേക്ക് ഇവന് എത്തിപ്പെട്ട നന്ദൂട്ടനെന്ന പേരൊക്കെ ആയത്. ഒരു പക്ഷേങ്കില് അന്നത്തെ ദിവസം സിസ്റ്റർക്ക് ആരോ ഒരാൾ കൊണ്ടേ കൊടുത്താണ് ഈ കുഞ്ഞിനെ എവിടെയോ കിടന്ന് കിട്ടിയതാന്നും പറഞ്ഞുകൊണ്ട്. അല്ലാതെ ഈ കുഞ്ഞിനെ അതിനെ ആരും കൊണ്ടേ കൊടുത്തൊന്നും അല്ല ഓർഫനേജ് നോക്കാനായിട്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വിവരം അറിയത്തില്ല ഇവനെക്കുറിച്ച് എന്നൊക്കെ പറയണേ. എല്ലാം കേട്ട് ഞാൻ പിങ്കിക്ക് സന്തോഷമായി. പിങ്കി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി അവനെ ആരും അന്വേഷിച്ച് വരത്തില്ലായിരിക്കും അല്ലേ, അവന്റെ ശരിക്കും ഉള്ളമ്മ ഞാനായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. അതേന്നേ, ധൈര്യമായിട്ടിരിക്കുക, ആരും അവനെ അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല, നിനക്ക് സന്തോഷിക്കാന്നൊക്കെ പറയണം. ഈ സമയം മഞ്ജുള തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ പിന്നീട് അവരുടെ ശിങ്കിടി ഒരുത്തിന് അങ്ങോട്ട് വരുന്നു. അവരോട് ചോദിച്ചു, എന്തായ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കണം. ഒന്നും ആയില്ലെന്ന് പറയണം. എനിക്കറിയാം, മന്ത്രി എന്നെ മനഃപൂർവ്വം പറ്റിച്ച. മന്ത്രിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഈ 6-7 ദിവസം വെയിറ്റ് ചെയ്ത് അപ്പോയിന്റ് എടുത്തിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ മന്ത്രിനെ കാണാനായിട്ട്. കൃത്യസമയത്ത് അയാൾ കാസർഗോഡേക്ക് പോയേക്കുന്നു. അയാൾക്ക് മനസ്സിലായി കാണും, നവീൻ പോയതോട് കൂടിയിട്ട് ഇനി അയാൾക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടത്തില്ലെന്നൊരു തോന്നലുണ്ടായി കാണും. അങ്ങനെയാണെങ്കിൽ ആ തോന്നൽ നമുക്കൊന്ന് മാറ്റിയെടുക്കണമെന്ന് പറയണം. ഇനി അയാള് ശാന്തിപുരത്തിന് പറഞ്ഞ മന്ത്രി എന്നെ വന്ന് അവിടെ വന്ന് കാണട്ടെ, അതിനുള്ള പണികളൊക്കെ ഈ മഞ്ജുള കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മഞ്ജുള ആരാന്ന് അയാൾക്ക് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറയണം. അപ്പോഴേക്കും വേറൊരുത്തരും കൂടെ അങ്ങോട്ട് വന്നു. മഞ്ജുളയുടെ ഒരു ഗുണ്ടയാണത്. അയാൾ വന്നു കഴിഞ്ഞപ്പത്തിന് മഞ്ജുള ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ, അവളെക്കുറിച്ച് അന്വേഷിച്ചോന്ന് ചോദിക്കും. അന്വേഷിച്ചു, അവൾ ഇവിടെ സിറ്റി തന്നെ ഉണ്ടെന്ന് പറയണം. അവള് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഹോസ്പിറ്റലിൽ ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ട് വരണമെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും കാരണം കാണുമെന്ന് എനിക്കറിയായിരുന്നു. അല്ല, അവളിപ്പോൾ എവിടെയാന്ന് ചോദിക്കണം. അത് പിന്നെ ഇവിടുത്തെ ഒരു പ്രശസ്തമായ കുടുംബമാണ് ഇന്ദീവരം. ഇന്ദീവരത്തിലെ കുഞ്ഞിന്റെ കാല് ഭേദമാക്കാനായിട്ട് അവൾ ഇവിടെ ചികിത്സയ്ക്ക് വന്നേക്കുന്നതെന്ന് പറയണം. ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ഓഹോ, അതപ്പോൾ ചെറിയ കാര്യമായിരിക്കില്ലോ. അവൾ അവിടുന്ന് ശാന്തിപുരത്തിന് തിരുവനന്തപുരത്തേക്ക് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ആ കുടുംബത്തെക്കുറിച്ച് അന്വേഷിച്ചെന്ന് ചോദിക്കും. അന്വേഷിച്ചു. ആ കുഞ്ഞിന്റെ അച്ഛൻ ഒരു IPS ഓഫീസറാണ്, ഗൗതം മഹേശ്വർ. ഓ, അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം, അവള് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന. അങ്ങനെ ഒരു കാരണവശാലും അവളുടെ ഒരു കാര്യം നടക്കരുത്. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാന്ന് പറയണം. അങ്ങനെ നന്ദയ്ക്കെതിരെ ഒരു പ്ലാനും പദ്ധതികളൊക്കെ അവിടെ തയ്യാറാക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.